ഈ ശതാബ്ദി വർഷത്തിലെ നമ്മുടെ അതിരൂപതയിലെ ഇടവകകളും അതിരൂപതയുടെ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ചേർന്ന് നിർവഹിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഭവന നിർമ്മാണത്തിനായിട്ട് ഈ വർഷം ചെലവാക്കിയത് 4,99,83,940 രൂപ. ഭവന പുനരുദ്ധാരണം 1,08,67,611 രൂപ. ക്യാൻസർ ചികിത്സാ സഹായം 61,51,560 രൂപ. ഡയാലിസിസ് 57,19,177 രൂപ. മറ്റ് ചികിത്സാ സഹായങ്ങൾക്കായിട്ട് നൽകിയത് 8,85,39,083 രൂപ. മാനസിക രോഗികളുടെ സഹായത്തിനായിട്ട് 9,68,402 രൂപ. വിവാഹ സഹായത്തിനായി നൽകിയത് 64,15,524 രൂപ. പഠനസഹായത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുമായിട്ട് ചെലവഴിച്ചത് 5,55,09,753 രൂപ. തൊഴിൽ സഹായത്തിനായിട്ട് നൽകിയത് 10,62,380 രൂപ. കുടുംബങ്ങളുടെ സഹായമായിട്ട് നൽകിയത് 31,17,311 രൂപ. വികലാംഗ സഹായത്തിനായിട്ട് നൽകിയത് 13,82,564 രൂപ. വിധവാ സഹായം 10,350,000 രൂപ. വയോജനങ്ങളുടെ സഹായത്തിനായി നൽകിയത് 31,30,375 രൂപ. ടോയ്ലറ്റ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് 6,39,579 രൂപ. മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനായി ചെലവാക്കിയത് 11,75,173 രൂപ. മിഷൻ പ്രവർത്തനത്തിനായിട്ട് ചെലവഴിച്ചത് 26,99,413 രൂപ. മണിപ്പൂരിനായിട്ട് നൽകിയ സഹായം 40 ലക്ഷം. യുവജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വഴി ചെലവാക്കിയത് 49,54,000 രൂപ. നേതൃസഹായ പ്രവർത്തനങ്ങൾക്കായിട്ട് നേത്രദാന പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിച്ചത് 2,16,217 രൂപ. കുടുംബങ്ങളെ ദത്തെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് 19,42,254 രൂപ. ലഹരി വിമോചന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് 79 ലക്ഷം രൂപ. അന്നദാനം മുതലായ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് 4,10,448 രൂപ. തൊഴിൽ വായ്പയ്ക്കായി ചെലവഴിച്ചത് 22,89,44,450 രൂപ. മറ്റ് ഇതര പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് 93,95,571 രൂപ. മൊത്തം 49,62,30,135 രൂപ ഈ ഒരു വർഷം നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുവാനായിട്ട് സാധിച്ചു. ഈ സംരംഭങ്ങളോട് സഹകരിച്ച എല്ലാ ഇടവകളോടും എല്ലാ സ്ഥാപനങ്ങളോടും സംഘടനകളോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശതാബ്ദിയുടെ സ്മരണീയമായിട്ടുള്ള സുവനീർ പ്രകാശനം ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുവാനായിട്ട് ശ്രീമതി നിമ്മി ആൻ്റണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.